ആദ്യം മുഖം ഒന്ന് കഴുകാം. എന്നൊരു പരിപാടി ഉണ്ട് കേട്ടോ. അതൊന്നുമില്ല, നേരത്തെ കഴുകിയതാണ്, എന്നാലും ഒന്നുകൂടെ ഒന്ന് ചേഞ്ച് ചെയ്യാം കേട്ടോ. നമ്മുടെ മുഖമൊക്കെ ശരിക്കും കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കിത് മുഖം തുടയ്ക്കാം കേട്ടോ. ഒപ്പിയെടുത്താൽ മതി. മുഖമൊക്കെ കഴുകി ക്ലീനാക്കി വന്നിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നല്ലൊരു അടിപൊളി ഫേസ് പാക്ക് ഇടാൻ പോവാണ് കേട്ടോ. മുറ്റത്തോട്ട് ഇറങ്ങിയിരിക്കുക. അന്ന് മഴക്കോളൊക്കെ ഉണ്ട്. യഥാർത്ഥ കോല ഇതാണേ, കണ്ടില്ലേ? അപ്പോൾ അതേ കണ്ടില്ലേ, നരിയൊക്കെ വന്നു തുടങ്ങിയടേ, കണ്ടാ കണ്ടാ. അപ്പോഴേ എനിക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. ഗിഫ്റ്റ് കിട്ടിയ, പക്ഷെ ഞാനിങ്ങനെ അത് 1-2 പ്രാവശ്യം നോക്കിയിട്ടുള്ളൂ കേട്ടോ, യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് അഥവാ പ്രയോജനപ്പെട്ടല്ല, അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രയോജനപ്രദമാണ്. ഇപ്പോൾ നമുക്ക് പിന്നെ വെളുത്ത കളറിനോട് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ശരീരത്ത് വെളുപ്പാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണല്ലേ, നമ്മുടെ ഫേസ് ബോഡിയൊക്കെ വെളുത്തിരിക്കുന്ന ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ വെളുപ്പിക്കാൻ വേണ്ട ക്രീമുകളും മാസ്കും ഒക്കെ ഉപയോഗിക്കാറുണ്ട് കൂടുതൽ സ്ത്രീകൾ. പക്ഷെ നമ്മുടെ തലമുടി നരച്ചു തുടങ്ങിയത് ഭയങ്കര വിഷമമാണല്ലേ. പക്ഷെ ഇപ്പോഴത്തെ തലമുറയുടെ ഇടയിൽ ആ പ്രശ്നമില്ല. കാരണം അതൊക്കെ ഒരു നോർമലായിട്ട് കൊണ്ട് നടക്കുക, ഒരു ഫാഷനായിട്ടോ തലമുടി അരച്ചാൽ എന്താ ഇതുപോലെ ഉണ്ടല്ലേ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ. അപ്പോൾ ഇത് ഞാൻ എന്തിനാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചിരുന്നതെന്ന് വെച്ചാൽ, ഇതെനിക്കൊരു കുട്ടി തന്നതാണ് കേട്ടോ. സംഭവം തന്നതാണെങ്കിൽ ഇതൊരു സൈറ്റിലുള്ളതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ കവർ. ഞാനിത് തൊട്ട് നോക്കിയിട്ട് അന്ന് ആ കിട്ടിയ സമയത്ത്, കൈ കിട്ടിയ സമയത്തുണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു ഈ ഒരു സംഭവം. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് ഞാൻ സ്റ്റാൻഡ് വെച്ചിട്ടില്ല, അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, ഇത് ഇങ്ങനെ സോറി, ഞാൻ പറഞ്ഞില്ല ഞാനിത് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ കുട്ടൻ തിരിക്കുന്നതിനെ പറ്റിയും മറിക്കുന്നതിനെ പറ്റിയൊന്നും ഒരിക്കലും ഇതില്ല. ഇങ്ങനെ തിരിച്ച് വരുമ്പോൾ ഇതിങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരും. കാണിച്ചു തരാം ക്യാമറ. കണ്ട ഇത് എന്നിട്ട് ഇപ്പോൾ ജെൻസ് ഒത്തിരി നരയുള്ളവർക്ക് അതൊന്ന് കറുപ്പിക്കണമെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ എല്ലാവരും എന്താ ചെയ്യുന്നത്, ഡൈ ഒക്കെ ചെയ്യും അല്ലേ. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇപ്പോൾ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ മുടിയിൽ ഇങ്ങനെ നര ഇതണൊക്കെ വയ്ക്കുന്നു, ജസ്റ്റ് ഒന്ന് കറുപ്പിക്കണമെന്നുണ്ടെങ്കിൽ കറക്കുമെന്ന് എനിക്ക് ഉണ്ടോ, ഓക്കെ ആയില്ലേ, കണ്ടില്ലേ? അപ്പോൾ അത് കണക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. എന്ന് പറഞ്ഞാൽ കഴുകിക്കളഞ്ഞാൽ അങ്ങ് പോവുകയും ചെയ്യും. അപ്പോൾ ഇത് ഇങ്ങനെ ഇതിനെ അകത്തോട്ടാക്കി വെക്കാനും പറ്റും. നോക്കട്ടെ, കയ്യിൽ ക്യാമറ ഇരിക്കുന്നു. വലിയ വിലയൊന്നുമില്ല കേട്ടോ. ഇത് വേണമെന്ന് കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് അകത്തോട്ടാക്കി വെക്കാൻ പറ്റും. ഇപ്പോൾ കാണുന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെ അടപ്പുണ്ട്. ഇത് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. എനിക്കാണെങ്കിൽ ഇതൊക്കെ ചെയ്യാനും എടുക്കാനും ഒക്കെ ഭയങ്കര മടിയുള്ള കേസാണ്, മടിയുള്ള കൂട്ടത്തിൽ പെട്ടതാണ്. അപ്പോൾ ഞാനിന്നിപ്പോൾ ചെയ്യുമ്പോൾ ഫേസ് വെക്കണം, വല്ലപ്പോഴും ഒക്കെ ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും എൻ്റെ കൂട്ടുകാർക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചേട്ടോ. ഇതിപ്പോൾ ഞാനിത് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് അതിൻ്റെ ഇത് പിഴിഞ്ഞ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടി ഇതിപ്പം ആരൊക്കെയോ കാണിച്ച ഫേസ് പാക്കാണ്. ഞാനൊരു പ്രാവശ്യമൊക്കെ 1-2 പ്രാവശ്യമൊക്കെ ഇത് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ലതെന്ന് തോന്നി. പക്ഷെ നമ്മളെന്താണെന്ന് വെച്ചാലേ കണ്ടിന്യൂസ് ഇതൊന്നും നമ്മൾ ചെയ്യാൻ നിൽക്കില്ല, മടി കാരണം. അതാണ് നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തൈര് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കോഫി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ശരിക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ സ്പൂണങ്ങ് മാറ്റി കൈ വെച്ച് നല്ല ബ്ലോന്നും പറഞ്ഞിട്ടങ്ങ് മിക്സ് ചെയ്താൽ മതിയെന്നേ. വെറുതെ ഇത്രയും കിടന്ന് പാടുപെടിയൊന്നും വേണ്ടെന്നേ. അല്ല പിന്നെ അവസാനം ഞാൻ പിന്നെ കൈ കൊണ്ടങ്ങ് ഇതാക്കാൻ നോക്കി. നല്ല എന്നോടാ കളി. അടപടലം ഞാൻ ഇളക്കിയിട്ടുണ്ട്. തരിയൊക്കെ ഇരിക്കുന്നില്ലേ. ഇത് തരിയുള്ള നല്ല കോഫി പൗഡർ ഇതിൻ്റെ കയ്യിലിരിക്കുന്നു. അത്യാവശ്യം നല്ല വിലയുള്ളതാട്ടോ. അതിൻ്റെ സൂക്കിടത് കാണിക്കുന്നുണ്ട്, അങ്ങോട്ട് അലിയുന്നില്ലെന്നേ. ഓക്കെ, ഒരു സ്ക്രബായിട്ട് കിടന്നോട്ടെ, കാരണം അതും നല്ലതാണ്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കല്ലേ.
എന്ത് സാധനം ഇടുമ്പോഴെന്ത് ഇങ്ങനെ അവിടെ എല്ലാം ആവുന്നു. നമുക്കങ്ങ് മുകളിലോട്ട് തേച്ച് കൊടുക്കാം. മുകളിലിടുന്നത് ഇങ്ങനെ വേണം തേച്ച് കൊടുക്കാം കേട്ടോ. കാരണം ഇങ്ങനെ ഒരിക്കലും ഒരു സാധനം തേക്കരുത് താഴേക്ക്, കാരണം നമ്മുടെ സ്കിൻ ഇങ്ങനെ പെട്ടെന്ന് തൂങ്ങിപ്പോകുമെന്നാണ് പറയുന്നത് കേട്ടോ. അല്ലേ, കോഫി പൗഡർ അലിയാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് കേട്ടോ. തൊട്ട് കാണിച്ചു തന്നാൽ ഇതാ കണ്ട, ഇതാ ഈ സാധനം ആയതുകൊണ്ട് ഇത് ഇങ്ങനെ കത്തിരി തരിതരിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴുത്തിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഒരു കളർ ചേഞ്ച് ഇല്ലേ കഴുത്തിൻ്റെ ഈ സൈഡൊക്കെ ഇങ്ങനെ. അപ്പം നമ്മൾ ചെയ്യുന്ന എന്ത് സാധനം, മുഖത്ത് ചെയ്യുന്ന എന്ത് സാധനം നമ്മുടെ കഴുത്തിലും കൂടെ ഇടണം കേട്ടോ, അല്ലെങ്കിൽ ആ ഒരു കളർ വ്യത്യാസം ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് ഒരു 10-25 മിനിറ്റ് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. നല്ല സാധനം കേട്ടോ, ഞാനൊരു കള്ളത്തരത്തിന് നിൽക്കുകയല്ല. ഇത് നിങ്ങൾ ഡെയിലി വേണമെന്നില്ല, കാരണം ഈ അരിപ്പൊടിയൊക്കെ ആയതുകൊണ്ട് ഈ ഓയിലി അല്ലാത്ത സ്കിന്നുകാർക്കത് ബുദ്ധിമുട്ടാവും കേട്ടോ. ഇത് ഓയിലി സ്കിന്നിന് വലിയ കുഴപ്പമില്ല, പക്ഷേ ഇതൊരാഴ്ചയിൽ മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്താൽ നല്ലതാണ് കേട്ടോ. മറക്കാതെ ചെയ്യണം. ഇതിപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയ പാക്ക് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മറ്റ് 2 ദിവസങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊരു 25 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് കഴുകാം. ഒരു കാര്യം കൂടെ പറയാൻ മറന്നു കേട്ടോ. ആ മുമ്പേ കാണിച്ചില്ലേ നമ്മുടെ ബ്ലാക്ക് ഇത്, അപ്പോൾ അത് വേണമെന്നുള്ളവർക്ക് മെസ്സേജ് ചെയ്താലും മതി, കമൻറ്റ് ഇട്ടാലും മതി കേട്ടോ. ഏതാണ്ടൊക്കെ ഉണങ്ങി വരുന്നുണ്ട്. നക്കല്ലേ, ഏതാണ്ടൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പോയി ഇന്ന് കഴുകാം കേട്ടോ. അവനും കൂടി ഇട്ട് കൊടുക്കണ്ടായിരുന്നു, നമുക്കും ഇട്ട് കൊടുക്കണ്ടായിരുന്നു. ആ സമയത്ത് ഇത് രണ്ടും എൻ്റെ അടുത്ത് വന്നില്ല. അയ്യോ, മൂക്കിൻ്റെ ഈ ഭാഗത്ത് ഇടാൻ മറന്നു പോയിടാ. ഇടാൻ കണ്ടില്ലായിരുന്നു. അപ്പോൾ ഇനി സാരമില്ല, കുറച്ചും കൂടെ ഉണങ്ങിക്കോട്ടെ അല്ലേ. ഇപ്പോൾ ഏതായാലും നമുക്കൊന്ന് കഴുകിയൊക്കെ എടുത്തിട്ടോ. അത്രയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകാം. സമയമില്ല അതുകൊണ്ടാണ്. കണ്ടോ, കഴുകി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ട്? നിങ്ങൾ വിചാരിക്കും ഈ അങ്ങ് വെളുത്ത് പാറാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. നമ്മൾ ഈ വെയിലിട്ടിട്ട് കുറേ സമയം വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ മുഖം മൊത്തം ഭയങ്കര ഒരു കരിവാളിപ്പ് അനുഭവപ്പെടുന്ന കണ്ടിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ സമയത്തൊക്കെ ഇത് യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. സൺ ടാൻ മാറാനും, പിന്നെ നമ്മൾക്ക് ഈ മുഖം ഒന്ന് സ്മൂത്തായി കിട്ടാനും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആഴ്ചയിൽ 3 വട്ടമെങ്കിലും കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം വരും. അത് ഏത് കാര്യമാണെങ്കിലും. ഇപ്പോൾ ബ്യൂട്ടി പാർലറിൽ കൊണ്ട് പൈസ കൊടുക്കാനായിട്ട് നമ്മൾ പോകില്ലേ, പൈസ കൊടുത്ത് നമ്മൾ ബ്ലീച്ചിങ് ഫേഷ്യലൊക്കെ ഞാൻ ചെയ്യാറില്ല കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ, ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോൾ ആ സമയത്ത് അവർ ചെയ്യുന്ന സമയത്ത് ചെയ്ത് കഴിഞ്ഞ് ഒരു 2 ദിവസമൊക്കെ ഗ്ലോ നിൽക്കുന്നതായിട്ട് കേട്ടിട്ടുമുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഇത് തന്നെയാണ്. ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ അതിൻ്റെ ഒരു വ്യത്യാസം വരും. അപ്പോൾ എന്തായാലും നല്ലൊരു വ്യത്യാസമുണ്ട്, അതുപോലെ നല്ല സ്മൂത്തായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവർ, താല്പര്യമുള്ളവരൊക്കെ ചെയ്ത് നോക്കിക്കോളി. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്തേക്കണേ. ബൈ. എനിക്കാ വ്യത്യാസം ഉണ്ട് കേട്ടോ, എനിക്കാ വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ക്യാമറയിൽ ഫീൽ ചെയ്യുന്നതെന്ന് അറിയില്ല. ഇതിനകത്ത് യു ക്യാം ഒന്നും ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ ഫിൽറ്റർ ഇട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ നോർമലാണേ. ടാറ്റാ.